വെൽക്കം ടു എഡ്യു വാലറ്റ്. +2 മാത്സ് പരീക്ഷയാണ് നാളെ. ഓണപ്പരീക്ഷ. നമുക്ക് ഗ്യാപ്പ് ഒന്നുമില്ല പഠിക്കാനായിട്ട്. നാളെ നേരെ രാവിലെ പോവുക, പരീക്ഷ എഴുതാം. കുറച്ച് സമയം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ സമയം നിങ്ങൾ ഓരോരോ പാഠങ്ങളായിട്ട് ഓരോന്ന് അരിച്ച് പെറുക്കി പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ നന്നായി ഫോക്കസ് ചെയ്യുക. 6 മാർക്കിനും 4 മാർക്കിനും ഒക്കെ എന്തായാലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മാത്സ് ഒക്കെ എളുപ്പമാണ്, ഒരിക്കലും അത്ര ടഫ് പേപ്പറായിട്ടൊന്നും വരില്ല. പക്ഷേ ഇതിലെ എല്ലാ പേപ്പറിലും വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 60-40-45 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ തവണകളിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള മോഡൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. കുറേ പാഠങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അത് കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ പാഠം വരുന്നുണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി വരുന്നുണ്ട്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അങ്ങനെ എല്ലാ പാഠം ആദ്യത്തെ 5 പാഠങ്ങളിൽ നിന്നുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം, ഒപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഇനി നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് വരുന്നുണ്ട്. ഒരു 6 മാർക്കിൻ്റെ ഒരു ചോദ്യം കൺഫേം ആണ് +2 മാത്സ് പരീക്ഷയ്ക്ക്. ഒരു 6 മാർക്കിന്റെ ഒരു മോഡൽ ചോദ്യമുണ്ട്, അത് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ ഒരു 4 മാർക്കിന്റെ ചോദ്യമുണ്ട്. അതിന്റെ 10 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 2 ചോദ്യങ്ങളുണ്ട്. അതിന്റെ വീഡിയോ അടുത്തത് വരുന്നുണ്ട്. അതേപോലെ ഇനിയും വീഡിയോസ് ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ മാത്രമുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാനും മറക്കണ്ട. പക്ഷെ പല കുട്ടികൾക്കും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കിയിട്ടും വീഡിയോസ് ഇടുമ്പോൾ അറിയുന്നില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, താഴെ കമൻറ്റ് ബോക്സിലെ ഒരു വാട്സപ്പ് ചാനലുണ്ട്, നമ്മുടെ എഡ്യു വാലറ്റിൻ്റെ വാട്സപ്പ് ചാനലാണ്, ഫ്രീ വാട്സപ്പ് ചാനലാണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കിട്ടും. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് ആർ ബി എ റിലേഷൻ ഇൻ ദ സെറ്റ് 1, 2, 3. നിങ്ങൾക്കിപ്പോൾ ഒന്നും അറിയില്ല, എന്താ ഒരു ബേസ് പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട് 1, 2, 3. ഡിഫൈൻഡ് ബൈ എ റിലേഷൻ, ഒരു ആറും തന്നിട്ടുണ്ട്. അതായത് ഈ സെറ്റ് 1, 2, 3 ഉപയോഗിച്ച് ഇവരുണ്ടാക്കിയ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കൊടുന്നു, അല്ലെങ്കിൽ തന്നു. 1, 1, 1, 3, 3, 3. ദെൻ ദ ഓർഡേർഡ് പെയർ, ഏതോ ഒരു ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബ്രാക്കറ്റ് ടു ബി ആഡഡ്. ഇതിലേക്ക് ഇതുപോലുള്ള ഏതോ ഒരു ബ്രാക്കറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവും എന്നാണ് പറയണേ. ഏതാണ് ആ പെയർ? ഡാഷ് ഇട്ടേക്കാണ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള റിലേഷനിലുള്ള ആൾക്കാരെ നമ്മൾ എടുത്ത് എഴുതാ. 6ന്റെ ഉള്ളിലെ 1, 1 ഉണ്ട്, 1, 3 ഉണ്ട്, 3, 3 എന്നും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, സെറ്റിന്റെ ഉള്ളിൽ 1, 2, 3. അച്ഛോ 1ന്റെ 1, 1 ഉണ്ട്, 3യുടെ 3, 3 ഉണ്ട്. അപ്പൊ 2ന്റെ 2, 2 എന്നുള്ളതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ റിഫ്ലെക്സീവ് ആവും. സോ റിഫ്ലെക്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? സെറ്റിൽ ആരൊക്കെ ഉണ്ട്. അപ്പോൾ 1 ആണെങ്കിൽ അതിന്റെ 1, 1 വേണം, അടുത്ത 2 ആണെങ്കിൽ 2, 2 വേണം, 3 ആണെങ്കിൽ 3, 3 എന്നും വേണം. ഇവിടെ നമുക്ക് 2, 2 ഉണ്ടായിരുന്നില്ല, 2, 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ A, ബിലോങ്സ് ടു R, ഇങ്ങനെ വരുന്നതാണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ചോദ്യം ചെക്ക് വെദർ. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് 1 മാർക്ക്, ഇത് നമുക്ക് 3 മാർക്ക്. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ. എന്ന് പറഞ്ഞ സെറ്റ് തന്നു. ഈ സെറ്റ് എ ഉപയോഗിച്ച് ഒരു റിലേഷൻ ഉണ്ടാക്കി. ആ റിലേഷൻ ഇങ്ങനെ തന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് റോസ്റ്റർ ഫോമില എന്ന് പറയാം. നേരത്തെ തന്നിട്ടുണ്ടായിരുന്നത് റോസ്റ്റർ ഫോമാണ്, 1, 1, 2, 2 അങ്ങനെ. ഇവിടെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നോക്കി നിങ്ങൾ, എക്സ്, വൈ, 3x ഇങ്ങനെയൊക്കെ തന്നിട്ടുള്ളതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചോദ്യം. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് 2 ചോദ്യം ഉണ്ടാവും. റിഫ്ലെക്സീവ് ആണോന്നോ, സിമെട്രിക് ആണോന്നോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന 2 ചോദ്യം 6 മാർക്കിന് വരും. അതുപോലെ ഈ പാഠത്തിൽ 1, 1 ആണോ, 2 ആണോ നോക്കുന്ന 2 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഓരോ പാഠത്തിനും ഒരു 10-15 മാർക്കിന്റെ ഒക്കെ വെയിറ്റേജ് ഉണ്ട്. ഏറ്റവും വെയിറ്റേജ് ഉള്ളത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിന് ആ പാഠം മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അടുത്തത് വരുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ നോക്കിയാൽ മതി. ഞാൻ പുതിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വാട്സപ്പ് ചാനലിൽ കാണാൻ പറ്റും. താഴെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് തന്നു, ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഇവർ തന്നു. ആർ എന്ന് പറഞ്ഞാൽ എക്സ്, വൈ, 3x - y എന്നൊക്കെ എന്തൊക്കെയോ തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ആറിനെ ആദ്യം നമ്മൾ മാറ്റണം, മറ്റേ രൂപത്തിലേക്ക് ആക്കി മാറ്റുക. മറ്റേ രൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോ സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതെന്ത് ഫോമാണ്? സെറ്റ് ബിൽഡർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റുക? റോസ്റ്റർ ഫോമിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോമിന് റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. എക്സ് ആരാ, വൈ ഏതാന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ആ ബ്രാക്കറ്റുകൾ ഇങ്ങനെ എഴുതാം. ആദ്യത്തെ ആള് എക്സ്, രണ്ടാമത്തെ ആള് വൈ, ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ്, ഒരു സൂചന എന്താണ്? ഇതാണ് ആ സൂചന. 3x - y ചെയ്യുമ്പോൾ 0 കിട്ടുമെന്ന് അവർ പറഞ്ഞു. അവർ തന്നൊരു ഹിന്റ് ആണത്. എക്സും വൈയും കണ്ടുപിടിച്ചോളൂ, എക്സും വൈയും എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കണ്ടുപിടിക്കൂ. അത് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്. 3x - y ചെയ്യുമ്പോൾ 0 കിട്ടണം. എക്സും വൈ ഒക്കെ ഏതിലത്തെയാണ്? എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലത്തെയാണ്. അതായത് ഈ റിലേഷന്റെ ഉള്ളിലെ 1 മുതൽ 14 വരെയുള്ള എലമെന്റ്സിൽ ഏത് വേണമെങ്കിലും വരാം. 15 വരാൻ പാടില്ല, 14 വരെ വരാൻ പാടുള്ളൂ. കാരണം എ ഉപയോഗിച്ചിട്ടാണ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതില് 1 to 14 വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടുന്ന് കിട്ടും. ഈ -y അപ്പുറത്തേക്ക് പോയാൽ +y, 0 നോക്കണ്ട, -y ഇങ്ങോട്ട് പോയപ്പോ +y, y ഈക്വൽ ടു എന്ത് കിട്ടി? 3x. അപ്പൊ നമുക്ക് മനസ്സിലായി y കണ്ടുപിടിക്കാൻ 3 × x ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ തന്നിരിക്കുന്ന സൂചനയിൽ നിന്ന് 3x - y = 0 എന്ന് പറഞ്ഞ ഈ ഒരു സൂചനയിൽ നിന്ന് നമ്മൾ y എന്താന്ന് കണ്ടുപിടിച്ചു. ഇനി ഇട്ട് കൊടുക്കുക. ആദ്യം എക്സിന് ആരെ കൊടുക്കാം? 1 കൊടുക്കാം. ഏത്തെ ഫസ്റ്റത്തെ ആളാരെ 1. പിന്നെ എക്സിന് 2 കൊടുക്കാം. പിന്നെ എക്സിന് 3 കൊടുക്കുക, 4 കൊടുക്കുക, അങ്ങനെ കൊടുത്തു നോക്കുക. ആദ്യം എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താവും? 3 × 1. എക്സിന് 1 കൊടുക്കുമ്പോൾ 3 × 1 എന്താ? 3. അടുത്തത് എക്സിന് 2 കൊടുക്കുമ്പോൾ എന്താവും? 3 × 2 6. 3 കൊടുക്കുമ്പോൾ എന്താവും? 3 × 3 9. 4 കൊടുക്കുമ്പോൾ എന്താവും? 3 × 4 12. എക്സിന്റെ അവിടെ ഈ വാല്യൂസ് കൊടുക്കുക. ആദ്യം 1 കൊടുക്കുക. സോ 1 × 3. നോക്കി നിങ്ങൾ 3 × 1 അല്ലെങ്കിൽ 1 × 3 3. അപ്പൊ 1 കൊടുത്തപ്പോൾ 3 കിട്ടി, 1 കൊടുത്തപ്പോൾ 3 കിട്ടി. ഇനി 2 ഇട്ടെടുത്തപ്പോൾ 3 × 2 ആയി, അപ്പൊ 6 ആയി. 2 ഇട്ടെടുത്തപ്പോൾ 6 ആയി. ഇനി 3 ഇട്ടെടുത്തപ്പോൾ 9 ആയി. 4 ഇട്ടെടുത്തപ്പോൾ 12 ആയി. ഇനിയും നമ്പേഴ്സ് ഉണ്ടല്ലോ, 14 വരെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അടുത്തത് 5 കൊടുത്ത് നോക്കി നിങ്ങൾ. 5 കൊടുത്ത് നോക്കുമ്പോൾ വൈയുടെ അവിടെ 3 × 5 15 വരും. 15 ആണ്. അത് പറ്റില്ല, 15 ഇല്ല ഇവിടെ, 14 വരെ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 5 കൊടുക്കേണ്ട ആവശ്യമില്ല, 4 വരെ കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ റിലേഷൻ നമ്മളെ കയ്യിൽ കിട്ടിയത്. 1 3 2 6 3 9 and 4 12. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്, കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സെറ്റ് നമ്മൾ എടുത്തെഴുതി, ആ റിലേഷൻ എടുത്തെഴുതി, ആ റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ആക്കി എഴുതി. ആ കിട്ടിയതൊക്കെ നമുക്കൊന്ന് ഇപ്പുറത്തേക്ക് എഴുതാം. ഇനി റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കാം. 1 കൊടുത്തപ്പോൾ 3 ആണ്, 2 കൊടുത്തപ്പോൾ 6 എന്ന് കിട്ടി, 3 കൊടുത്തപ്പോൾ 9 എന്ന് കിട്ടി, 4 കൊടുത്തപ്പോൾ 12. 5 കൊടുക്കാൻ പറ്റില്ല, അത് 15 എന്നാണ് വരിക. ഇനി റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞത് A, A belongs to R എന്ന് വരണം അല്ലെ. A, A belongs to R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഇവിടെ 1, 1 എന്നുണ്ടോ? ഇവിടെ ഈ R എന്ന് പറഞ്ഞ റിലേഷനുള്ളിൽ 1, 1 എന്ന് വരുന്നുണ്ടോ? വരുന്നില്ല. അപ്പോൾ എന്തില്ല, ഇങ്ങനെ കൊടുക്കുക. A, A എന്ന രൂപത്തിലില്ല. 1, 1 ഇല്ല. 2, 2 ഒന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഇങ്ങനെ വരണം. 1, 1 2, 2 3, 3. അപ്പൊ നമുക്ക് പറയാം ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ റിലേഷൻ, ആർ എന്ന് പറഞ്ഞ റിലേഷൻ നോട്ട് റിഫ്ലെക്സീവ് റിലേഷൻ അല്ല എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ നോക്കാൻ നിങ്ങൾ ഇതിലത്തെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഫസ്റ്റത്തെ ആളെടുത്തോ, 1, 3. ഇതിൽ 1, 3 എന്നുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാ? 1, 3 ബിലോങ്സ് ടു എന്നാണ് ഇത് വായിക്കുക. ബിലോങ്സ് ടു ആർ, അതായത് ആറിന്റെ ഉള്ളില് 1, 3 ഉണ്ട്. അപ്പൊ തിരിച്ചും വേണം എന്ന് പറഞ്ഞാൽ എന്താ? 3, 1 വേണം. 3, 1 ഉണ്ടോ നോക്കിയേ. 1, 3 ഉണ്ട്. അപ്പൊ 3, 1 ഉണ്ടോ? ഇല്ല, അതില്ല. അപ്പൊ നോട്ട് ബിലോങ്സ് ടു. അപ്പൊ അതില്ലാത്തത് കൊണ്ട് ആർ ഇസ് നോട്ട് സിമെട്രിക് എന്ന് നമുക്ക് എഴുതാം. ആറ് സിമെട്രിക് അല്ല. അപ്പൊ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഇതുപോലെ വരണം. സിമെട്രിക് ആണെങ്കിൽ 1, 3 എന്നുണ്ടെങ്കിൽ 3, 1 എന്ന് വേണമായിരുന്നു. അതുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാമ്പിൾ വെച്ച് എഴുതാം. 2, 6 ഉണ്ട്. 6, 2 ഉണ്ടോ? ഇല്ല. അപ്പൊ സിമെട്രിക് എല്ലാം നമുക്ക് അവിടുന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് കേട്ടോ. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം.
ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാനുള്ള കണ്ടീഷൻ ഇതാണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. 1 3 എടുത്തോ, ഞാൻ ഫസ്റ്റത്തെ ആളെടുത്തു 1 3. ഈ 1 3 എന്നല്ല എൻഡ് ചെയ്യണേ. 3 വെച്ച് തുടങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, 3 9. അവർ രണ്ടാളെടുക്കുക. എന്താണ്? ഫസ്റ്റത്തെ ആള് 1 3 ആണ്. ഇനി 3 വെച്ച് തുടങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതുണ്ട്. അത് രണ്ടാളെ നമ്മൾ എടുക്കുക. എങ്ങനെ എഴുതണം? 1,3 എന്ന് പറയുന്നത് റിലേഷൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ എഴുതുക 1,3 ബിലോങ്സ് ടു R ആണ്. ഇനി 3 വെച്ച് തുടങ്ങണ 9 ഉണ്ട്. അങ്ങനെയുള്ള 2 പീസുകൾ എടുക്കുക. 1,3 ബിലോങ്സ് ടു R ആണ്, 3,9 ബിലോങ്സ് ടു R ആണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ, ആദ്യത്തേത് ഇങ്ങനെ, ഈ രണ്ടാമത്തേയും തുടങ്ങണ വേറൊരാളും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതും കൂടി വേണം? 1 9 വേണം. 1,3 3,9 ഉണ്ടെങ്കിൽ ഇവര് രണ്ടാളും, ഈ രണ്ടറ്റം 1 9 ഉണ്ടാവും നോക്കുക. 1 9 ഉണ്ടോ നോക്കിയ? 1 9 ഇല്ല. അപ്പോ നോട്ട് ബിലോങ്സ് ടു R. ഇവർ രണ്ടാളും ഉണ്ട്, പക്ഷെ ഇതില്ല. സോ R ഈസ് നോട്ട് സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ്. എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. മൂന്നും അല്ല, റിഫ്ലെക്സ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? ദ റിലേഷൻ R ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് ആൻഡ് നോർ ട്രാൻസിറ്റീവ്. മൂന്നും അല്ല എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ പഠിച്ചു വെക്കുക. A, A എന്ന് വന്നാലാണ് റിഫ്ലെക്സീവ് ആവുക. ഇനി A, B എന്നുണ്ടെങ്കിൽ B, A എന്നും കൂടി വേണം. ഇനി A, B ഉണ്ട്, ഈ B വെച്ച് തുടങ്ങണ വേറെ C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ AC വേണം. അങ്ങനെയാണെങ്കിലാണ് ട്രാൻസിറ്റീവ് ആവുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ ഒപ്പം മനസ്സിലാവുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കമന്റ്സിൽ പറയാ. അതെനിക്കൊരു ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കമന്റ്സിൽ ഒന്ന് പറഞ്ഞാൽ നന്നാവും. ഞാൻ കാരണം എല്ലാവരുടെ കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എക്സ്പ്രസ് ദ മെട്രിക്സ് എ. നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇവിടെ തന്നു. ഓക്കെ, ഇതിന് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആക്കാനാണ് ചോദ്യം. അപ്പൊ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ട് അതിന്റെ സിമെട്രിക് കാണണം, സ്ക്യൂ സിമെട്രിക് കാണണം. ഇത് എന്തായാലും വന്നിരിക്കും. നാളത്തെ പരീക്ഷയ്ക്ക് 4 മാർക്കിന് ഇത് എന്തായാലും വരും. കാരണം വരാറുണ്ട്, എല്ലാ പേപ്പറിലും ഇത് വരാറുണ്ട്. നമ്പേഴ്സ് മാത്രമേ മാറുള്ളൂ. അവ പഠിച്ചു വെച്ചോ. അപ്പൊ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് സിമെട്രിക് ആണോ നോക്കണം, സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ, ഇതുപോലെ എഴുതിക്കോ. എ എഴുതാ, സിമെട്രിക് എഴുതാ, സ്ക്യൂ സിമെട്രിക് എഴുതാ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എയുടെ ട്രാൻസ്പോസ് ചെയ്ത് വെക്കുക. എയുടെ ട്രാൻസ്പോസ്. എങ്ങനെയാണ് നമുക്കൊരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാന്ന് അറിയോ? റോനെ പിടിച്ച് കോളാക്കുക. കുറെ പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. റോനെ പിടിച്ച് കോളാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടാം. ഈ 2 -2 -4 എന്നുള്ള നേരെ ആയിരുന്നു, അതിനെ താഴത്തേക്ക് ഇടുക. അതുപോലെ അടുത്തത് -1 3 4 താഴത്തേക്ക് ഇട്ടു. 1 -2 -3 താഴത്തേക്ക് ഇട്ടു. ഇങ്ങനെ ഇട്ട് വെക്കുക. അത് കണ്ടുപിടിച്ച് വെക്കുക. ഇനി നമുക്ക് സിമെട്രിക് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ അത് P എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ Q ആണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ Pയും Q ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക. അപ്പൊ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? P ആണ്. P എന്ന് പറയുന്നതാണ് നമ്മുടെ സിമെട്രിക് മെട്രിക്സ്. അത് കാണുന്ന ഒരു ചെറിയൊരു ഇക്വേഷൻ, വലിയ ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻ ഒന്നും അല്ല. അത് ഇത്രയേ ഉള്ളൂ. ½ ഇൻറ്റു A + A ട്രാൻസ്പോസ്. അതായത് നമ്മൾ തന്ന മെട്രിക്സും ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും തമ്മിൽ കൂട്ടുക. എയും A ട്രാൻസ്പോസും കൂടി കൂട്ടുക. അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? P എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടും. ഓക്കെ, എയും A ട്രാൻസ്പോസും കൂടി കൂട്ടിയിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ P എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സ് ആയി. അപ്പൊ Q കാണാനോ ഹാഫ് എടുക്കുക. ആരുടെ? A - A ട്രാൻസ്പോസിന്റെ. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പൊ രണ്ടിലും A എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന് A എന്നൊരു പേര് കൊടുത്തു. ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി. ഇനി സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടുക, സ്ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കുറയ്ക്കുക. അത്രേ ഉള്ളൂ. രണ്ടിലും ഹാഫ് എടുക്കണം. അപ്പൊ അത് നമുക്ക് രണ്ടും കൂടി കൂട്ടാം. കൂട്ടല് വളരെ സിമ്പിൾ ആണ്. നേരെ കൂട്ടാം. ഇങ്ങനെ രണ്ടും എയും A ട്രാൻസ്പോസും തമ്മിലാണ് കൂട്ടേണ്ടത്. കണ്ടോ? എയും A ട്രാൻസ്പോസും. അപ്പൊ രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 4 എന്ന് വരും. -2ഉം -1 കൂടി കൂട്ടുമ്പോൾ -3 എന്ന് വരും. അത് കിട്ടാത്ത ഒരു കാൽക്കുലേറ്ററിൽ ചെയ്തോ. പലർക്കും നെഗറ്റീവും പോസിറ്റീവും ഇപ്പോഴും തെറ്റുന്നവരുണ്ട്. കാൽക്കുലേറ്ററിൽ ചെയ്യുക. -4ഉം 1ഉം കൂടി ചെയ്യുമ്പോൾ -3 എന്നാണ് വരിക.
ഇനി -1ഉം -2 നേരെ നേരെ കൂട്ടുക. അപ്പൊ -3 എന്ന് നമുക്ക് വരും. -3 അടുത്ത് 3യും 3യും കൂടി 6 എന്ന് വരും. 4ഉം -2ഉം കൂടി കൂട്ടുമ്പോൾ 2 എന്നാണ് വരിക. 4 + -2 ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നാണ് വരിക. അതൊന്നും ഞാൻ എങ്ങനെയാ വന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി 1ഉം -4ഉം കൂട്ടുക, സാധാ രീതിയിൽ കൂട്ടുക, വലുതിയും ചെറുത് കുറയ്ക്കുക. -2ഉം 4ഉം കൂട്ടുമ്പോൾ 2 വരും. -3ഉം -3ഉം കൂട്ടുമ്പോൾ 6 വരും. -6 വരും. ഇത് കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇത് സംശയമുള്ളവരെ കാൽക്കുലേറ്ററിൽ ചെയ്തോളോ. കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഇതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി എന്ന് പറഞ്ഞ മെട്രിക്സ് ആയി. അപ്പൊ തൊട്ടടുത്ത പേജിൽ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് പി എന്ത് എഴുതുക, അതിന്റെ ഹാഫ് എടുക്കുക. ഓരോന്നിന്റെ ഹാഫ് എടുത്താൽ മതി. നമുക്ക് ഹാഫ് എടുക്കാം. എങ്ങനെ ഹാഫ് എടുക്കുക? 4ന്റെ ഹാഫ്, 4ന്റെ പകുതി 2. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. -3/2 എന്ന് എഴുതിയാൽ മതി. എല്ലാത്തിനും /2 എന്ന് ചെയ്യാം. 4/2, -3/2, -3/2 ഓരോന്നിനും /2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4/2 2 എന്ന് വരും. എല്ലാത്തിന്റെയും പകുതി എടുക്കുക. പകുതി എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ആദ്യം 4/2 ആണ്, അത് 2 ആണ്. പിന്നെ -3 ആണ്, -3/2 എന്ന് എഴുതിയാൽ മതി. അപ്പുറത്തും -3/2 ആണ്. ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കുക. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി. /2 കാണാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ /2 കാണണ്ട, ഇങ്ങനെ വെക്കുക. നമുക്ക് ക്യൂവും കൂടി ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഹാഫ് ഇൻറ്റു എയും എ ട്രാൻസ്പോസും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ വരിക നോക്കിയാൽ, നേരെ നേരെ കുറയ്ക്കുക. 2ന്ന് 2 കുറയ്ക്കുമ്പോൾ 0. -2ൽ നിന്ന് ഇങ്ങനെ എഴുതണം കേട്ടോ. -2ൽ നിന്ന് കുറയ്ക്കണം, മൈനസ് ചെയ്യണം. ആരെ? -1ന്. അപ്പൊ ഇവിടെ -2 + 1 എന്ന് വരും, വിച്ച് ഈസ് -1. അടുത്തത് -4ൽ നിന്ന്, ഇവിടെ എഴുതാം. -4ൽ നിന്ന് കുറയ്ക്കണം 1ന്. ഇവിടെ എന്താ വരിക? 2 നെഗറ്റീവ് ഇങ്ങനെ വന്നാൽ -5. നിങ്ങൾ ഇത് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്തോളൂ, തെറ്റുന്നവരെ കേട്ടോ. അടുത്തത് -1ൽ നിന്ന് കുറയ്ക്കണം. ഇവിടുത്തെ ആളാരാ? -2. അപ്പൊ -1 + 2 എന്ന് വരും, വിച്ച് ഈസ് 1. അടുത്ത് 3ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 0. 4ൽ നിന്ന് മൈനസ് ചെയ്യണം -2ന്. അപ്പൊ ഇവിടെ പ്ലസ് ആവും. അപ്പൊ 6. അങ്ങനെ എല്ലാതും നേരെ 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 നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് വെച്ചോളൂ, കൺഫേം ആക്കി വെച്ചോളൂ. ഇപ്പൊ നമുക്ക് പിയും ക്യൂവും കിട്ടി. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അതാണല്ലോ ചോദ്യം. സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അപ്പൊ ആദ്യം നമ്മൾ സിമെട്രിക് കണ്ടുപിടിച്ചു. എയും എ ട്രാൻസ്പോസും കൂട്ടുക, ഹാഫ് എഴുതുക. ക്യൂ കാണുക, ഹാഫ് എയും എ ട്രാൻസ്പോസും കൂടി കുറയ്ക്കുക, ഹാഫ് എഴുതുക. അപ്പൊ സിമെട്രിക് കിട്ടി, സ്ക്യൂ സിമെട്രിക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? രണ്ടും കൂടി ഒന്ന് കൂട്ടണം. പിയും ക്യൂവും കൂടി കൂട്ടുക. സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്നാണ്. അപ്പോൾ P + Q ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ആ പിയും ക്യൂവും കിട്ടിയത് എഴുതി വെക്കുക. പി നമുക്ക് കിട്ടിയത് ഹാഫ് ഇൻറ്റു 4 -3 അതൊന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ശ്രദ്ധിച്ച് എഴുതിക്കോളും. 4 മാർക്കാണ്. ഒന്ന് നിങ്ങൾ തെറ്റിക്കരുത്. പി എഴുതി, അതുപോലെ ക്യൂ എഴുതുക. ക്യൂ നമുക്ക് കിട്ടിയ ഹാഫ് ഇൻറ്റു 0 -1 -5 1 0 6 5 -6 0 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ ഹാഫ് കാണണ്ട. രണ്ടിലും കോമൺ ആയിട്ട് ഹാഫ് ഇല്ലേ, അതങ്ങോട്ട് കോമൺ ആയിട്ട് ഒറ്റ ഒരു ഹാഫ് കൊടുത്താൽ മതി. പിയും ക്യൂ എഴുതി, 2 ഹാഫിന് പകരം ഒറ്റ ഹാഫ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ കൂട്ടുക. 4ഉം 0യും കൂട്ടുമ്പോൾ 4, -3ഉം -1ഉം കൂട്ടുമ്പോൾ -4, -3ഉം 5ഉം -5ഉം കൂടി കൂട്ടുമ്പോൾ -8 എന്ന് വരും. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നേരെ നേരെ കൂട്ടുക. -3 + -5 -8. അതുപോലെ -3ഉം 1ഉം കൂട്ടുമ്പോൾ -2, 6ഉം 0ഉം കൂട്ടുമ്പോൾ 6. അങ്ങനെ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതിന്റെ ഹാഫ് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. P + Q. ഇതിന്റെ ഹാഫ് എങ്ങനെ? 4ന്റെ ഹാഫ്, 4ന്റെ പകുതി 2, 4ന്റെ പകുതി 2 മൈനസ് ഇട്ട് കൊടുത്തോ. 8ന്റെ പകുതി 4 മൈനസ് ഇട്ട് കൊടുത്തോ. 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 മൈനസ് കൊടുക്കാം. 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, 2ന്റെ പകുതി 1, 4ന്റെ പകുതി 2 മൈനസും കൂടി കൊടുക്കുക. -6, 6ന്റെ പകുതി 3 ആണ്. സോ -3. അതിന് ഹാഫ് കാണും. സോ ഇതാണ് 4 മാർക്കിന്റെ ചോദ്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിൻസിപ്പൽ വാല്യൂ. നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. സാധാരണ ഓണപരീക്ഷയ്ക്ക് അങ്ങനെയാണ് വരാറുള്ളത്. ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല.
അപ്പം എന്തായാലും ഇൻവേഴ്സ് ട്രിഗണോമെട്രി പലർക്കും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് ഇക്വേഷൻസ് ബേസിക് ആയിട്ട് അവിടെ അറിഞ്ഞേ പറ്റൂ. അതറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ പാഠം ടഫായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സിമ്പിളായിട്ട് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഫസ്റ്റ് ചോദ്യം നോക്കി ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെങ്കിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നാണ്. ഇങ്ങനൊരു ചോദ്യം വരും, എന്തായാലും വരും. 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിച്ചിരിക്കും. പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നിങ്ങൾക്ക് സൈനും കോസും ടാനിൻ്റെയും കുറച്ച് വാല്യൂസ് അറിഞ്ഞിരിക്കണം. അത് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. സൈൻ കോസ് ടാൻ എന്നിവിടെ എഴുതാം. എന്നിട്ട് ഇവിടെ 0, എന്നിട്ട് ഇവിടെ π/6, ഇവിടെ π/4, ഇവിടെ π/2, π/3, then π/2 ഇങ്ങനെ കൊടുക്കുക. ഇത് വേണമെങ്കിൽ പരീക്ഷ പേപ്പറിൽ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ, നല്ലതാണ്. ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഒരു റോ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പഠിക്കുക. സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2 ആണെന്ന് പഠിക്കുക. സൈൻ π/4 1/√2 ആണ്. ഇത് √3/2 ആണ്. ഇത് 1 ആണ്. ഈ ഒരു റോ പഠിക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. π/6 4 3 2 ഇങ്ങനെ പോണം കേട്ടോ. 6 4 3 2 6 4 3 2 മറക്കരുത്. 6 4 3 2 π/6 π/4 ഇങ്ങനെ ഇത് അപ്പൊ തന്നെ 4 6 4 3 2. അപ്പൊ π/6 പിന്നെ π/4 പിന്നെ π/3 2. ഇനി ഇവിടെ എന്താ ചെയ്യുക, ആദ്യം 0 ഇപ്പുറത്ത് 1 പിന്നെ ഈ 3 എണ്ണം പഠിച്ചാൽ പോരെ. എല്ലാത്തിനും താഴെ 2 2 2 എന്നുണ്ട്. ഇവിടെ റൂട്ട് ഇവിടെ റൂട്ട് √2 ഇവിടെ √3 ഇത് പഠിച്ചു വയ്ക്കുക. ഇതെന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മതി. കോസിന്റെ വാല്യൂ ആയി. ഈ 1 ഇവിടെ എഴുതാ, ഈ √3/2 ഇവിടെ എഴുതാ, ഈ 1/2 ഇവിടെ എഴുതാ, ഇത് ഇവിടെ എഴുതാ, ഇതിവിടെ തിരിച്ച് എഴുതാ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതാ. ടാന് കാണാൻ 2 കൂടി ഡിവൈഡ് ചെയ്യുക. 0യും 1 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 1ഉം 0 കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അൺഡിഫൈൻഡ്. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2 പോയിട്ട് 1/√3. ഇവിടെ √2 പോയിട്ട് 1/1 1. ഇവിടെ 2ഉം 2ഉം പോയിട്ട് √3/1 എന്ന് പറഞ്ഞാൽ √3. ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ 1 മാർക്ക് 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ ടേബിൾ ഇത് +1 പഠിക്കുന്നതാണ് കേട്ടോ. പറയാത്തവർക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ പഠിക്കാം. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ചോദ്യം എന്ത് കാണാനാ? ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്തായിരുന്നു, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾക്ക്. സൈൻ എപ്പോഴാണ് 1/2 വരെ നോക്കുക. സൈൻ എപ്പോഴാണ് 1/2 വരുന്നത്? π/6. സോ ആൻസർ ആയി π/6. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് ചോദിച്ചു. എന്താ ചെയ്യുക? കോസ് എപ്പോഴാണ് 1/√2? കോസിൽ എപ്പോഴാണ് 1/√2 വരുന്നത്? π/4. അപ്പൊ ആൻസർ ആയി. ഇതാണ് ഫസ്റ്റ് ഭാഗം, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടേബിൾ വെച്ച് ഇങ്ങനെ ചോദിച്ചാൽ അത് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ. ഇത് പഠിച്ചു വെക്കുക. സൈൻ ഇൻവേഴ്സിന്റെ ഇന്റർവൽ, സൈൻ ഇൻവേഴ്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂസ് നമുക്ക് കിട്ടുക -π/2നും +π/2നും ഇടയിലാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഇടയിലാണ്? -π/2നും +π/2നും ഇടയിലാണ്. ഇങ്ങനെ ഓരോന്നിന്റെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഞാൻ തരാം. ഇപ്പൊ സൈൻ ഇൻവേഴ്സിന്റെ -π/2നും +π/2നും ഇടയിലാന്ന് മനസ്സിലായി. ഇതേപോലെ നമുക്ക് കോസ് ഇൻവേഴ്സിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ചെറിയൊരു ടേബിൾ പോലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് ഈ സംഭവം. കണ്ടോ? അപ്പൊ സൈൻ്റെ നോക്കി വെക്കുക. സൈൻ്റെ ഡൊമെയിൻ -1നും 1നും ഇടയിലാണ്. റേഞ്ച് -π/2നും π/2നും ഇടയിലാണ്. കണ്ടോ ഇത്? അതുപോലെ കോസ് എന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയിലാണ്. അതിന്റെ റേഞ്ച് 0നും πനും ഇടയിലാണ്. സൈനും കോസും ടാനെങ്കിലും പഠിച്ചു വെച്ചു കേട്ടോ. ഈ 3 പഠിച്ചു വെച്ചു. ഓക്കെ, 1 മാർക്കിന്. ഇതിപ്പോ 1 മാർക്കിന് ചോദ്യം. 2 മാർക്കായി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. ഇതാണ് അടുത്ത ചോദ്യം. ഇത് നമുക്ക് ചെയ്യാം. മൊത്തം 4 മാർക്കിന് ചോദ്യം. ആദ്യത്തെ 2 മാർക്ക് 1 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചോദ്യത്തിന് 2 മാർക്കുമാണ്. മൊത്തം 4 മാർക്കിന്റെ ചോദ്യമാണ് ഈ പാഠത്തിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം മനസ്സിലാക്കുക ഈ 2π/3 എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കുക. ആദ്യം 2π/3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണ് എന്ന് നോക്കുക. എങ്ങനെ നോക്കുക? പൈ എന്ന് പറഞ്ഞാൽ 180 അല്ലേ, അറിയാന്ന് വിചാരിക്കുന്നു. 3 2 × 180/3 എന്ന് പറഞ്ഞാൽ 180/3 ചെയ്യുമ്പോൾ 60 ആണ് വരിക. 60 രണ്ടും കൂടി 120 ഡിഗ്രി ആണ് ഈ 2π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ അർത്ഥം 90നേക്കാൾ വലുതാണ്. അതായത് നമ്മളിങ്ങനെ ക്വാഡ്രന്റ് വരയ്ക്കുമ്പോൾ ഇവിടെ 0, ഈ ലൈൻ 0, ഇത് 90 ഡിഗ്രി, ഇതോ 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി. ഇങ്ങനെയാണത് പോവുക. ഇങ്ങനെയാണ് പോവുക. നമ്മളിങ്ങനെ ക്വാഡ്രന്റുകൾ വരച്ചു കഴിഞ്ഞാൽ 0, ഇത് π/2 90, ഇത് പൈ, ഇത് 3π/2, ഇതിങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ആംഗിള് 120 ഡിഗ്രിയാണ്, 90നേക്കാൾ വലുതാണ്. അതായത് ഈ ഭാഗത്താണ് വരുന്നത്. മനസ്സിലായി? 90നേക്കാൾ വലുതും 180നേക്കാൾ ചെറുതും അല്ലെ. 120 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ആംഗിള് 120 ആണ്. അത് ഇതിന്റെ ഇടയിലല്ലേ വരിക, 90നും 180നും ഇടയില്. അതായത് സെക്കൻഡ് ക്വാഡ്രന്റിലല്ലേ വരുന്നത്, π/2നും പൈനും ഇടയില്. അപ്പൊ അത് കിട്ടാൻ ഇങ്ങോട്ട് പോകണം അല്ലേ. അപ്പൊ പൈ മൈനസ് ചെയ്യാം. പൈ മൈനസ് ചെയ്താൽ നമുക്ക് ആ ആൻസർ കിട്ടും. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 2π/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? പൈ മൈനസ് എന്ത് ചെയ്യണം? പൈ മൈനസ് π/3 എന്ന് വേണം ചെയ്യാനായിട്ട്. പൈയിൽ നിന്ന് കുറയ്ക്കണം. പൈയിൽ നിന്ന് കുറയ്ക്കുക. 180ൽ നിന്ന് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? π/3 കുറയ്ക്കണം. π/3 180/3 എന്ന് പറയുമ്പോൾ ഒരു 60 ഡിഗ്രി നമ്മൾ കുറയ്ക്കണം അല്ലെ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് 180 ഡിഗ്രിയാ, നമ്മളെ ആളാരാ? 120. അപ്പൊ 120 കിട്ടാൻ എന്ത് ചെയ്യണം? 180നെ എത്ര കുറയ്ക്കണം? 60 ഡിഗ്രി കുറച്ചാലല്ലേ 120 കിട്ടുക. അപ്പൊ 180 എന്ന് പറഞ്ഞാൽ പൈ, 60 എന്ന് പറഞ്ഞാൽ ആരാ? 60 എന്ന് പറഞ്ഞാൽ π/6, π/3 ആണ്. അങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ. പൈയിൽ നിന്ന് എത്ര കുറയ്ക്കണം? π/3 കുറയ്ക്കണം. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ വേറൊരു ഭാഗത്ത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എന്നാണ് നമ്മുടെ ചോദ്യം. അതിൽ 2 × പൈക്ക് 180 ഒക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും ഇത് 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രി എവിടെ വരുന്നത്? ഇവിടെ അല്ല വരിക, 90നും 180നും ഇടയിലാണ് 120 വരിക. അപ്പൊ ഇതിലേക്ക് എത്തണമെങ്കിൽ 180ന് എത്ര കുറയ്ക്കണം? 180ന് 60 ഡിഗ്രി കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3ക്ക് പകരം എന്ത് എഴുതുക? 2π/3 എന്ന് പറഞ്ഞാൽ എന്താ? 180ന് 60 കുറച്ചതാണ് അല്ലെ. 2π/3 എന്ന് പറഞ്ഞാൽ 120 ആണ്. 120 എന്ന് പറഞ്ഞാൽ ആരാണ്? 180ന് 60 കുറച്ചതാണ്. 180 എന്ന് പറഞ്ഞാൽ പൈ ആണ്. 60 എന്ന് പറഞ്ഞാൽ π/3 ആണ്. ഓക്കെ, അപ്പോൾ പൈ മൈനസ് π/3. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ മൈനസ് π/3 ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വന്നാൽ ഇവിടെ ആൻസർ വരിക സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3 എന്നാവും. ഈ ഭാഗം ഇതിൻ്റെ ആൻസർ എവിടെയെങ്കിലും സൈൻ പൈ മൈനസ് എന്തെങ്കിലും വന്നാൽ അത് സൈൻ ഇതായിരിക്കും. ഇവിടെ സൈൻ പൈ മൈനസ് π/3 ആണ്. അപ്പൊ ആൻസർ എന്താ? സൈൻ π/3. സൈൻ π/3 ഇത് എഴുതണ്ട. അപ്പൊ അടുത്ത സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിപ്പോയാൽ ആൻസർ π/3. ഇതാണ് 2 മാർക്കിന്റെ ചോദ്യം. അപ്പൊ ഇതാണ് ചോദ്യം തന്നത്. അപ്പൊ തന്നെ ആംഗിൾ കാണാം, 120 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അത് ഇതിന് നടുവിലാണ് വരിക. അപ്പൊ 180ന് എത്ര കുറയ്ക്കണം? ഇനി ഇപ്പുറത്താണെങ്കിൽ 180ന് കൂട്ടുക. അപ്പൊ ഇവിടെ 120 എന്ന് പറഞ്ഞാൽ 180ന് കുറയ്ക്കുക, 60 കുറയ്ക്കുക. 180 മൈനസ് 60 കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇതൊന്നും കിട്ടിയില്ല, പൈന്ന് കിട്ടിയില്ല, π/3 കിട്ടിയില്ല. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഇനി 2π/3 120 ആണ്. 120 എന്ന് പറഞ്ഞാൽ 180ന് 60 കുറച്ചതാണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ, ഈ 180 എഴുതരുത്, സൈൻ 60 എഴുതാം. സൈൻ വെട്ടിപ്പോയാൽ 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആരാ? π/3. അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ ഇത്ര ചെയ്താൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് x³. ഇതാണ് ഇനി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്, അത് കാണാം. അപ്പോൾ ആ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 20 മാർക്കിന് വെയിറ്റേജ് ഉള്ള പാടാണിത്.
നിങ്ങൾ ആദ്യം ഇതിൽ പഠിക്കേണ്ട കാര്യം ലോഗ് എക്സ് വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ ലോഗ് സൈൻ എക്സ് വന്നാലോ അത് 1/sin x ആണ്. പക്ഷെ ആ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവും കൂടി മുകളിൽ എഴുതണം. ഇപ്പോ ലോഗ് എക്സ് സ്ക്വയർ എന്ന് വന്നാൽ എന്ത് ചെയ്യുക? 1/x² ആണ്. ലോഗ് വന്നാൽ അപ്പോൾ 1/1/1/. ലോഗ് വന്നാൽ ഉടൻ തന്നെ 1/. പക്ഷെ താഴെയുള്ള ആളുടെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതണം. x² ഡെറിവേറ്റീവ് 2x ആണ്. അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഈ പാഠത്തിലുണ്ട്. നിങ്ങൾ ബേസിക് ആയിട്ട് എന്ത് പഠിക്കുക? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്, സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്, x² 2x ആണ്. ഇത് മൂന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ ഈ ഒരു വീഡിയോയിൽ നിന്ന്. ലോഗിന്റെ 1/x ആണ്, പിന്നെ x² 2x ആണ്, സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ d/dx ഓഫ് ആൻസർ എഴുതാൻ പോവാണ്. d/dx ഓഫ് ലോഗ് ഓഫ് x³ ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ ലോഗ് വന്നാൽ എന്താ ഡെറിവേറ്റീവ്? 1/. ലോഗ് വന്നാൽ അപ്പൊ 1/, എന്ത് എഴുതാ? x³. x³ ഡെറിവേറ്റീവ് എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക്? ഈ മുകളിലത്തെ 3 എഴുതാ, എന്നിട്ട് x എഴുതാ, 3 ഒന്ന് കുറയ്ക്കുക, ആൻസർ ആയി. കണ്ടോ എന്താ ചെയ്തത്? 1/x³ എഴുതി, ഈ x³ 1/, ആക്കി കൊടുത്തു. x³ എന്ത് ചെയ്യണം? 3x². 3 എഴുതാ, x എഴുതാ, ഒന്ന് കുറയ്ക്കുക. അപ്പൊ 1 × 3x², 3x² ആണ്. താഴെ x³ ഉണ്ട്. ഇവിടുന്ന് ഒരു 2x ഇവിടുന്ന് 2 വെട്ട്, ബാക്കി ഇവിടെ ഒരു x ഉണ്ടാവും. 2 വെട്ടിപ്പോയി, ബാക്കി ആരോ ഉള്ളൂ? മുകളിലത്തെ 2 പോയി, താഴത്തെ 2 പോയി, മുകളിൽ 3യും താഴെ ഒരു x. ആൻസർ 3/x ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇതിൽ എക്സും വൈയും കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ ഇതിന് ഇതെന്ന് കൊടുക്കുക. എന്താണ്? x + y = 5 ആണ്. ശരി, 5 + x ആരാണ്? 6. അപ്പൊ നമ്മൾ അത് എഴുതിക്കോ. 5 + x എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടുന്ന് x കണ്ടുകൂടെ സിമ്പിൾ ആയിട്ട്? ഇങ്ങനെ നേരെ നോക്കിയാൽ മതി. 5 + x 6 ആണെങ്കിൽ x എന്ത് വരും? 6 - 5. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, സിമ്പിൾ 1. x 1 എന്ന് കിട്ടിയാൽ ഇനി y എങ്ങനെ കാണാം? ഇതിലിട്ട് കൊടുക്കുക. x + y 5 അല്ലേ, അപ്പൊ x 1 എന്ന് കിട്ടി. അപ്പൊ എക്സിനോട് 1 കൊടുത്തു. സോ y = 5 - 1 4. എക്സും കിട്ടി, വൈയും കിട്ടി. 2 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. x 1, y 4. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഇത് കുറച്ച് വലിയ ചോദ്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്കൊരു 3-2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നന്നായി നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് y = x⁻sin x നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരാളുടെ മുകളിലാണ് വേറൊരാൾ കയറി നിൽക്കണം അല്ലേ? ഒരാളെ മുകളിൽ വേറൊരു ഫംഗ്ഷൻ. ഇങ്ങനെ വന്നാൽ നമ്മൾ 2 സൈഡിലും ലോഗ് കൊടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ലോഗ് വന്നാൽ 1/x എന്ന് കൊടുക്കണം, 1/1/, എന്ന് കൊടുക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചു. ഇവിടെ ഒരാളെ മുകളിൽ വേറൊരാൾ വന്നാൽ അപ്പൊ നമ്മൾ ലോഗ് y, ലോഗ് ഇത് എന്ന് 2 സൈഡിലും ലോഗ് എന്ന് കൊടുക്കുക. ഇനി ലോഗ് y ഇവിടെ തന്നെ എഴുതിക്കോ. ഇനി അപ്പോ ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ആൾ താഴത്തേക്ക് ഇറങ്ങും. ഓ, ലോഗ് വന്നു, അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ലോഗ് വന്നാൽ പേടിച്ചിട്ട് മുകളിലത്തെ സൈൻ എക്സ് താഴത്തേക്ക് വരും. സൈൻ x × log x. ഇങ്ങനെ. ഇനി ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ, നമുക്ക് dy/dx ആണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2 സൈഡും നമുക്ക് ഡെറിവേറ്റീവ് കാണാം. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് വന്നാൽ അപ്പൊ 1/. ഇവിടെ y ആണ്, സോ 1/y. ലോഗ് x ആണെങ്കിൽ 1/x എന്ന് മതി. ലോഗ് y ആയതുകൊണ്ട് 1/y. ഇനി വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. മറക്കരുത്, y എവിടെ y വന്നോ അതിന്റെ ഡെറിവേറ്റീവ് dy/dx ആണ്. ഇനി ഇവിടെ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇവിടെ 2 ഫംഗ്ഷൻസ് ഇങ്ങനെ ഇൻറ്റു ആയിട്ട് വന്നേക്കണേ. 2 ഫംഗ്ഷൻസ് ഇങ്ങനെ ഇൻറ്റു ആയിട്ട് വന്നാൽ നമ്മൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ അപ്ലൈ ചെയ്യും. എന്താ പ്രൊഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷന് അതേപോലെ എഴുതുക, ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതുക, പ്ലസ് ഇനി രണ്ടാമത്തെ വെറുതെ എഴുത്, എന്നിട്ട് ഒന്നാമത്തെ ഡെറിവേറ്റീവ് കാണും, മാറ്റി മാറ്റി കൊടുക്കുക. അപ്പൊ എന്താ ചെയ്തത്? ഇവിടെ 1/y × dy/dx ഉണ്ട്. ഇപ്പുറത്ത് എന്താ ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക ആദ്യം,
ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സൈൻ എക്സിന് അതുപോലെ തന്നെ എഴുതിക്കോ. രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഏത്? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ഞാൻ പറഞ്ഞല്ലോ ലോഗ് വന്നാൽ 1/x. ഇനി പ്ലസ് ആണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ വെറുതെ ഏത്? ലോഗ് എക്സ് എന്ന് വെറുതെ ഏത്? ഇനി ഒന്നാമത്തെ ഡെറിവേറ്റീവ് ഏത്? സൈൻ എക്സിന്റെ എന്താ? കോസ് എക്സ്. അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്നും ലോഗ് എക്സിന്റെ 1/x ആണെന്നും ലോഗ് വൈ വന്നാൽ 1/yയും ഒരു ഡിവൈഡ്/dxും കൂടി വരുന്നും പഠിക്കാം. അപ്പൊ എന്താ ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി, രണ്ടാമത്തെ ഡെറിവേറ്റീവ് എഴുതി, പ്ലസ് ഇനി രണ്ടാമത്തെ അതുപോലെ എഴുതി, ഒന്നാമത്തെ ഡെറിവേറ്റീവ് എഴുതി. അപ്പൊ ഈ ബ്രാക്കറ്റ് ഇട്ടത് ഡെറിവേറ്റീവ് ആണ്. ഇപ്പൊ ഈ റൂള് പഠിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യണമെന്നില്ല. ഇവിടെ നമ്മൾ 1 ഇൻറ്റു dy/dx എന്താവും? dy/dx അല്ലേ? നമുക്ക് dy/dx അല്ലേ ചോദ്യം? dy/dx അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ dy/dxന് മാത്രം ഇവിടെ നിർത്തിയാൽ മതി. ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുവെക്കോ. താഴെയുള്ള വൈ മുകളിലേക്ക് പൊക്കോളൂ. വൈ ഇൻറ്റു നയിക്കോളും. ഡിവൈഡഡ് ബൈ ആയിട്ടുള്ള എടുക്കുന്ന വൈ അങ്ങോട്ട് പോകുമ്പോൾ വൈ ഇൻറ്റു എന്താവും? 1 ഇൻറ്റു സൈൻ എക്സ്, സൈൻ എക്സ് ബൈ എക്സ്, താഴെ ഒരു എക്സ് ഉണ്ട്. ഇനി ഇവിടെ ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ആൻസർ ആയി. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൈയും കൂടി ഇട്ട് കൊടുക്കാം. വൈ നമ്മുടെ ചോദ്യമാണ്. കണ്ടോ വൈ? അപ്പൊ dy/dx എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വൈയുടെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കുക. എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് കൂടി ഇട്ട് കൊടുക്കാം. എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് എഴുതി, പിന്നെ ഈ ബ്രാക്കറ്റ് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. നന്നായി ചെയ്തു പഠിക്കുക. 2 തവണയെങ്കിലും നിങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കുക. അപ്പൊ ആദ്യം ലോഗ് കൊടുക്കണ കാര്യം മറക്കരുത്. പിന്നെ ലോഗ് എഴുതി, പിന്നെ ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂള് അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നന്നായി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും. ഇങ്ങനത്തെ വേറെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ഇവിടെ അടുത്ത ചോദ്യം ഇതാണ്, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഇത് സിമ്പിൾ ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണിത്. ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിവിടെ എ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടുത്തെ ചോദ്യം ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഇങ്ങനെ വന്നാൽ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചാൽ നമ്മൾ ആദ്യം LHS, അതായത് അല്ലെങ്കിൽ നമ്മൾ പറയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL, രണ്ടെണ്ണം കണ്ടുപിടിക്കുക. ലെഫ്റ്റും റൈറ്റും കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ ആരാ? 3 ആണ് നമ്പർ 3. അപ്പൊ 3 മൈനസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ്. റൈറ്റ് പോസിറ്റീവും ലെഫ്റ്റ് നെഗറ്റീവും. എന്നിട്ട് ഇവിടെ ആരെ എഴുതുക? എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. ഇനി ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ്. ആരാണ് 3 മൈനസ്? ഇതിൽ ഏതാ വരിക? എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സിന് അവിടെ നമ്മൾ ആരെ എഴുതണം? ഈ എഫ് ഓഫ് എക്സിന് പകരം ആരെ എഴുതണം? നമ്മൾ നോക്കുക. എക്സിന്റെ വാല്യൂ 3നേക്കാൾ ചെറുത്. നെഗറ്റീവ് ഇട്ട എന്താ അർത്ഥം? എക്സിന്റെ വാല്യൂ ചെറുതാവണം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതാവണം 3നേക്കാളും. അപ്പൊ നമ്മൾ എങ്ങനെ ഇത്? എക്സിന്റെ വാല്യൂ ചെറുത് 3നേക്കാളും. ഇങ്ങനെ എവിടെ വരുന്നത് നോക്കിയേ? എക്സ് ലെസ് ദാൻ 3. ഇവിടെ എത്രയാ? 3x + 1. 3x + 1. ഇനി ഇവിടെ എക്സിന് 3 കൊടുക്കുക. 3 ഇൻറ്റു എക്സിന്റെ അവിടെ 3 കൊടുത്താൽ 3 + 1, അതായത് 9 + 1 10. ആ വാല്യൂ കിട്ടി. ഇതുപോലെ 3 പ്ലസ് കൊടുക്കാം. ഇതിന്റെ അർത്ഥം എന്താ? 3+. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3+ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ പ്ലസ് ആണ്, വലുതാണ് 3നേക്കാളും. ഇങ്ങനെ വരുന്നത് എവിടെയാ? ഈ രണ്ടാമത്തേൽ x² + 1 കൊടുക്കുക. ഇനി ഇവിടെ എക്സിന് 3 കൊടുക്കുക. അപ്പൊ 3² + 1 9 + 1 10. രണ്ടും നമുക്ക് സെയിം ആയിട്ട് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? LHL ഈക്വൽ ടു RHL. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. രണ്ടും ഈക്വൽ ആയിട്ട് വന്നാൽ അത് കണ്ടിന്യൂസ് ആണ്. ഈക്വൽ അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് എന്ന് എഴുതി വെക്കാം. അപ്പോൾ ഈ നമ്പർ നോക്കുക. ആ നമ്പറിന് മൈനസും പ്ലസും കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇതിന് കണ്ടുപിടിച്ച് കൊടുക്കുക. എക്സിന് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസറായി. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓരോ പേജുകളൊക്കെ വിട്ടിട്ടുണ്ട് അല്ലേ. അടുത്തൊരു ചോദ്യം ഇതാണ്, ഫൈൻഡ് dy/dx. നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് ഒന്നിന്റെ മുകളിൽ വേറെ ഒന്നൊന്നും വന്നിട്ടില്ല. സിമ്പിൾ ആയിട്ട് ഇത് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഓരോന്നിന്റെ ഡെറിവേറ്റീവ് എഴുതാം. 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതാം 1 ആണ്. പഠിച്ചു വെച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്.
ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy ബൈ dx ആണ്. പിന്നെയോ സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ഇനി 3 എഴുതിക്കോ. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy ബൈ dx. സൈൻ എക്സിന്റെ എന്താ? കോസ് എക്സ്. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. സോ 1 ഇൻറ്റു 2 2 2 പ്ലസ് 3 ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു കോസ് എക്സ്. നമുക്ക് ആ dy ബൈ dxന്റെ ടേമിനെ മാത്രം അവിടെ നിർത്താം. dy ബൈ dxന്റെ ആളെ മാത്രം അവിടെ നിർത്താം. അപ്പൊ കോസ് എക്സിന്റെ അടുത്തേക്ക് ആര് പോവും? 2 പോവും. സോ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -2. സോ dy ബൈ dx എങ്ങനെ കിട്ടും? dy ബൈ dx ഈക്വൽ ടു എങ്ങനെ കിട്ടുക? കോസ് എക്സ് -2ന്റെ അടിയിലേക്ക് ഈ 3 പൊക്കോളും. ഈ ഇൻറ്റു 3 ഡിവൈഡ് ആയിക്കോളും. സിമ്പിൾ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി. 2 തവണ ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലായി ചെയ്തവർക്ക് ഇതിപ്പോ ക്ലിയർ ആയിട്ടുണ്ടാവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് y തന്നിട്ടുണ്ട്, ഒരു പ്രൂഫാണ്. ഇവിടെ d² y ബൈ dx² എന്നാ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് y ഒന്ന് എടുത്ത് എഴുതാം. ആദ്യം ചെയ്യേണ്ടത് y എടുത്ത് എഴുതാം. y എന്ന് പറഞ്ഞ ആരാണ്? 5 cos x മൈനസ് 3 sin x. ഇതാണ് നമ്മുടെ y. ആദ്യം നമ്മൾ പ്രൂഫൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ ഇതിന്റെ dy ബൈ dx ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ 5 എഴുതിക്കോ. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാന്നറിയോ? മൈനസ് സൈൻ എക്സ് ആണ് കേട്ടോ. സൈനിന്റെ കോസും കോസിന്റെ മൈനസ് സൈനും ആണ്. -3 ഇൻറ്റു സൈൻ എക്സിന്റെ എന്താ? കോസ് എക്സ്. അപ്പൊ dy ബൈ dx നമുക്ക് കിട്ടി. dy ബൈ dx നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത്? ഈ മൈനസ് ആദ്യം എഴുതിക്കോ. -5 സൈൻ എക്സും -3 കോസ് എക്സും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ d² y ബൈ dx² എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ dy ബൈ dx കണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതിന്റെ കാണാം. ആദ്യം y-യുടെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതി. ഇനി ആ കിട്ടിയ dy ബൈ dxന്റെ ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണും. എങ്ങനെ? -5 അവിടെ വെച്ചോ. ഇനി സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താവും? കോസ് എക്സ്. ഇനി -3 ഇൻറ്റു കോസ് എക്സിന്റെ എന്താവും? മൈനസ് സൈൻ എക്സ്. ആ 2 എണ്ണം പഠിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസും കോസിന്റെ മൈനസ് സൈനും കൊടുത്താൽ മതി. സോ -5 കോസ് എക്സ്. ഇനി മൈനസും കൂടി +3 സൈൻ എക്സ്. ഇതാണ് d² y ബൈ dx². ഇനി നമ്മളെ പ്രൂഫ് എന്താ? ഇതിന് കൂടെ y കൂട്ടാൻ. അതായത് നമുക്കിപ്പോൾ കിട്ടിയ, നമ്മൾ ആദ്യം ഒരു dy ബൈ dx കണ്ടു, അതിനൊന്നും കൂടി ഡെറിവേറ്റീവ് കണ്ടു. ഈ കിട്ടിയ d² y ബൈ dx² കൂടെ y എന്ന് പറഞ്ഞ നമ്മുടെ ചോദ്യം കൂട്ടാൻ. ഇപ്പൊ നമുക്ക് കിട്ടിയ d² y ബൈ dx² എന്താ? dy ബൈ dx കണ്ടിട്ട് ഒന്നും കൂടി ഡെറിവേറ്റീവ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -5 cos x +3 sin x. ഇതിന്റെ കൂടെ നമ്മുടെ ചോദ്യം y-നെ കൂട്ടാൻ. അപ്പൊ നമുക്ക് d² y ബൈ dx² കിട്ടിയത് കൊടുക്കാം. -5 cos x +3 sin x എന്ന് എഴുതാം. ഇനി നമ്മുടെ y എഴുതാം. y എന്ന് പറഞ്ഞാൽ നമ്മളെ ചോദ്യമാണ്. y ആരാ? 5 cos x -3 sin x നമ്മുടെ ചോദ്യം. ഇവിടെ നോക്കി നോക്കിയേ. 5 cos x-ഉം -5 cos x-ഉം വെട്ടിപ്പോവും. 3 sin x-ഉം -3 sin x-ഉം വെട്ടിപ്പോവും. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? അപ്പൊ 5 + -5 എന്താ? 0. അതേപോലെ ഇവിടെ 5 + -5 0. 3 -3 0. എല്ലാം ചെയ്യുമ്പോൾ 0. നമ്മൾ വെരിഫൈ ചെയ്തു. കണ്ടോ? ഇങ്ങനെയാണ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടു. അതുപോലെ മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇൻവേഴ്സ് ട്രിഗണോമെട്രി കണ്ടു. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 10 മാർക്കിൻ്റെ ഉറപ്പുള്ള ചോദ്യം ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം കാണാം. താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്